നമസ്കാരം. ഇന്നത്തെ വിഷയം ദാമ്പത്യം, ദീർഘ ദാമ്പത്യയോഗം, ദാമ്പത്യയോഗത്തിൽ വരുന്ന തകരാറുകൾ, ഇതൊക്കെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക. അതാണ് ഇന്നത്തെ ഉദ്ദേശം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാമ്പത്യം. ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്ത് ഒരുപാട് ഭാഗം ഈ ദാമ്പത്യത്തിൽ കൂടിയാണ് പോകുന്നത്. കുട്ടിക്കാലം കഴിഞ്ഞാൽ, നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം അവസാനം വരെ ഈ ദാമ്പത്യവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നത് കൊണ്ട് ദാമ്പത്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ദീർഘകാലം സുഖമായിട്ടുള്ള ദാമ്പത്യ ജീവിതം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഈ വേദ ജ്യോതിഷത്തിൽ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ദമ്പതികൾ, അതാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ദമ്പതികൾ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും. ഇതൊരു വലിയൊരു യൂണിറ്റ്, ചെറിയ യൂണിറ്റ് ആണെങ്കിൽ ഈ പ്രപഞ്ചം നിറയെ ഈ യൂണിറ്റിന്റെ പ്രവർത്തനമാണുള്ളത്. അതാണ് ഈ പ്രപഞ്ചത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദമ്പതികൾ മീൻസ് ദം എന്ന് പറഞ്ഞാൽ വീടാണ്, പതി എന്ന് പറഞ്ഞാലോ വീടിന്റെ ഉടമയിൽ. അപ്പോൾ ദാമ്പത്യം, ദമ്പതികൾ, ഒരു വീടിന്റെ ഉടമകൾ. അതൊരു പ്രത്യേക ആ വീടിന്റെ കൊണ്ടുപോക്ക്, അതാണ് ദമ്പതിമാരുടെ കർമ്മം. അതിനെ സുഗമമായിട്ട് കൊണ്ടുപോവുക. ആ സുഗമം ആകുമ്പോൾ ദാമ്പത്യം സുഗമം ആകും. ഇവിടെ മറ്റൊരു ഈ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ അവർ 100% പരസ്പരം അറിയാത്തവർ ചേരുന്നതാണ്. അതൊരു വലിയ യോഗമാണത്, ശിവശക്തി യോഗമാണത്. ആ യോഗം നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കണം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു യോഗമാണത്. രണ്ട് തൂണുകളാണ് നമ്മളെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുന്ന രണ്ട് തൂണുകൾ. അതാണ് ദമ്പതിമാർ. അവർക്ക് ഈ നമ്മുടെ പുരുഷാർത്ഥമില്ലേ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതൊക്കെ നേരിടണം. എന്നിട്ട് മോക്ഷത്തിലേക്ക് പോകണം. ഈ ദാമ്പത്യത്തിൻ്റെ അവസാനം മോക്ഷമാണ്. അപ്പോൾ വലിയ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു 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 പ്രയോഗം എന്ന് പറയാം. അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വിവാഹം എന്ന് പറയുന്നത് അതും ദാമ്പത്യത്തിൻ്റെ തുടക്കം വിവാഹമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതത്തിൻ്റെ പോക്കാണ് എന്ന് പറയുന്നത്. അതിനെ വഹിച്ചുകൊണ്ടുള്ള വിവാഹം. അപ്പോൾ അതും നമ്മൾക്ക് ആദ്യം ഒരു രൂപമില്ല. ഒരു ജീവിതം തുടങ്ങുമ്പോൾ ദമ്പതിമാർക്ക് രൂപം ക്രമേണ ആയി വരുന്നതാണ്. പക്ഷെ അത് നമ്മുടെ വിവേക ബുദ്ധി കൊണ്ട് അതിനെ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ പറയുന്ന പുരുഷാർത്ഥങ്ങളൊക്കെ ഭംഗിയായി നേരിട്ട് മോക്ഷത്തിലേക്ക് പോവുക. ഇതാണ് ഈ ദമ്പതിമാരും ദാമ്പത്യവും അതിൻ്റെ ദീർഘമായ ദാമ്പത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്. അവിടെ പലർക്കും ചില അപാകതകൾ വരുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്കതിനെ കാട്ടിത്തരുവാൻ ജ്യോതിഷത്തിൽ കൂടി അതിനൊരു വഴികളുണ്ട്. എങ്ങനെയാണ് ഈ വ്യക്തിയുടെ ദാമ്പത്യത്തിൻ്റെ പോക്ക് എങ്ങനെയുണ്ടാകും, അതിന് നമുക്ക് നമ്മളെ ജ്യോതിഷത്തിൽ, നമ്മളെ ജാതകത്തിൽ നമുക്ക് അതിനുള്ള ചില ഘടകങ്ങളുണ്ട്. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവുമോ, അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതത്തിന് എന്തൊക്കെയാണ് ഈ ജാതകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് കുറച്ച് കാര്യം പറയാം. ഒരുപാട് പറയാനുള്ളതാണ്. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ കുറച്ച് പോയിന്റുകൾ പറയാം. നമ്മുടെ ജാതകത്തിൽ ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ 7ാം ഭാവമാണ്. അത് നമ്മുടെ സ്പൗസസ്,
അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു പറ്റി നമ്മൾ ബന്ധപ്പെട്ട ഒരു ഭാവം 7-ാം ഭാവമാണ്. അപ്പോൾ 7-ാം ഭാവം വളരെ നന്നായിരിക്കണം. അതുപോലെ തന്നെ ദീർഘമംഗല്യയോഗം, അത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നത് അഷ്ടമം കൊണ്ടാണ്. അഷ്ടമം നന്നായാൽ നമുക്ക് ദീർഘമംഗല്യയോഗവും ഉണ്ടാകും. കൂടാതെ ഇതെല്ലാം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ലഗ്നം കൂടി പരിശോധിക്കണം. ലഗ്നത്തിന് ബലമുണ്ടാകണം. ലഗ്നാധിപൻ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കണം. ഈ ഗ്രഹങ്ങൾ 7-ാം ഭാവാധിപനും അഷ്ടമാധിപനൊക്കെ ലഗ്നവുമായിട്ട് ചെറിയ ബന്ധങ്ങളുണ്ടാകണം. അതുമാത്രമല്ല ഈ 7 ശുഭ രാശിയാവുക, 7 ശുഭഗ്രഹങ്ങൾ നിൽക്കുക, 7 ശുഭഗ്രഹങ്ങളുടെ വീക്ഷണങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ അത് 7-ാം ഭാവത്തിൻ്റെ ഗുണത്തെ കാണിക്കും. അതിന് നേരെ വിപരീതമായി 7 രാശി മോശമായ രാശി വരിക, അവിടെ പാവന്മാർ നിൽക്കുക, പാപവീക്ഷണം ഉണ്ടാവുക, ഇതൊക്കെ വരുമ്പോൾ വിവാഹ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഋഷീശ്വരന്മാർ കാട്ടിത്തരുന്നത്. കൂടാതെ ഈ ജാതകത്തിൽ എപ്പോഴും ഈ കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ, വിവാഹത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ 2 ഗുരുക്കന്മാർ പ്രധാനമായിട്ടുണ്ട്. ഒന്ന് ശുക്രനാണ്, മറ്റൊന്ന് വ്യാഴമാണ്. വിവാഹത്തിൻ്റെ ഈ സൗന്ദര്യം, പ്രേമം, സ്നേഹം, അങ്ങനെയുള്ള വികാരങ്ങളുടേത് ശുക്രനും, അതിൻ്റെ മാന്യതയും അതിൻ്റെ സുസ്ഥിരതയും അതിൻ്റെ വിശാലതയും അതിൻ്റെ ദീർഘതയുമൊക്കെ കാണിക്കുന്നത് വ്യാഴവുമാണ്. ഇപ്പോൾ വ്യാഴം ശുക്രനുമൊക്കെ ജാതകത്തിൽ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ദാമ്പത്യ യോഗം എന്തായാലും നന്നായിട്ട് വരും. വ്യാഴം ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഗജകേസരി യോഗം ഉണ്ടാവുക, അല്ലെങ്കിൽ കുജനും ചന്ദ്രനും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുക, ഇതൊക്കെ ദീർഘമംഗല്യ യോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നേരെ വിപരീതമായിട്ടും വരും. ഇവിടെയൊക്കെ പാപഗ്രഹങ്ങൾ വന്നാൽ അതിൻ്റെതായ ദോഷങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ദീർഘമംഗല്യ യോഗത്തിന് ജ്യോതിഷത്തിൽ കൂടി ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് വെച്ചാൽ നമ്മൾ ജാതകം നോക്കി ഈ ചേർച്ചകൾ നോക്കിയിട്ട് കല്യാണം നടത്തുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം. ഇപ്പോൾ ഈ കുജൻ ഈ കല്യാണ കാര്യത്തിൽ ഒരു ദോഷം ചെയ്യുന്ന ഗ്രഹമാണ്. അതേ അവസരത്തിൽ തന്നെ കുജൻ ദോഷങ്ങളുള്ള കുജൻ തന്നെ നല്ല വീക്ഷണങ്ങളും അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് നല്ല ദാമ്പത്യ സുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ ഈ ജാതകത്തിൽ കൂടി ദീർഘമംഗല്യ യോഗത്തിനെ പറ്റി മനസ്സിലാക്കുന്നത്. മറ്റൊരു വഴി, ഇതൊന്നും ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു വഴി കൂടി ഞാൻ ഈ വേളയിൽ നിങ്ങളുമായി പങ്കിടാം. അത് നമ്മുടെ ഒരു പ്രത്യേക വിഷയമാണിത്. നിങ്ങളത് ഞാൻ പറയുന്നത് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അത് നിങ്ങൾ കൂടുതൽ പഠിച്ച് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ദീർഘമംഗല്യ യോഗത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമായിരിക്കും. അത് ആദിശങ്കരൻ്റെ ഈ സൗന്ദര്യലഹരി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. ഈ സൗന്ദര്യലഹരിയിൽ നമ്മുടെ ബന്ധങ്ങൾ, അതായത് ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധം വളരെ വളരെ ഗഹനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യർ പറയുന്നത് ഈ ഒരു അർദ്ധനാരീശ്വര യോഗം തന്നെയുണ്ട്. ശിവനും പാർവതിയും ചേർന്നിട്ടുള്ളത് യോഗം, അതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശിവനും പാർവതിയും, ശക്തിയാണ് പാർവതി. ശിവൻ ആ ഒരു ശക്തിയില്ലെങ്കിൽ ശിവന് ഒന്നും
ചെയ്യാൻ പറ്റില്ല. ഈ ലോകം നിശ്ചലമാണ്. അപ്പോൾ ഈ ശിവശക്തി, അതാണ് ദാമ്പത്യത്തിൻ്റെ ഒരു ഉദാഹരണം. അർദ്ധനാരീശ്വരന്മാരാണത്. അപ്പോൾ ദാമ്പത്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ഗ്രന്ഥമാണ് ഈ സൗന്ദര്യ ലഹരി. അതിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്, 100 ശ്ലോകങ്ങളോളമുണ്ട്. പല ശ്ലോകങ്ങളും നമ്മൾ പഠിച്ച് ഉരുവിട്ട് പ്രാർത്ഥിച്ചാലൊക്കെ നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ടാകും. പഠിക്കണം, കാരണം അതൊരു വലിയ ഉപദേശങ്ങളാണ്. ശ്രീശങ്കരൻ്റെ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണ്. ശിവനാണ് അതിൻ്റെ അത് നമുക്ക് തരുന്നത്. പക്ഷെ അത് ശങ്കരൻ അത് നല്ലൊരു ഭാഷയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗ്രന്ഥം 100 ശ്ലോകങ്ങളുള്ളതാണ്. അത് നമുക്ക് പഠിക്കണം. കുറച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ യൂട്യൂബുകളുണ്ട്. അതിൽ നമ്മൾ വീട്ടിൽ വെച്ച് കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ, കാരണം ദാമ്പത്യത്തിൻ്റെ അത് ഷോർട്ടായി പോകുന്നു, അത് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത് നമ്മളെ ചേർച്ചയിലുള്ള ശക്തി കുറവ് കൊണ്ടാണ്. അത് വളരെ ശക്തമാണെങ്കിൽ ഒരിക്കലും അത് ഒരു പിരിയലില്ല. അതാണ് ഈ സൗന്ദര്യ ലഹരിയിൽ പറയുന്നത്. ശിവനും പാർവതിയും 2 ഹംസങ്ങളായിട്ട് മാനസ സരോവരത്തിൽ ജീവിക്കുന്നു. ഒരു സെപ്പറേഷനും അവിടെയില്ല. എന്നും ഈ അരയന്നങ്ങൾ ഒരിക്കലും ഇണയെ വേർപെടില്ല. അത് എന്താണ് അതിൻ്റെ ഉള്ളിലെ അർത്ഥം? പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഹംസത്തിനുണ്ട്. ഹംസം എന്ന് പറഞ്ഞ അരയന്നം അതിന് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ഒരു ദീർഘമംഗല്യ യോഗത്തിന് ഉണ്ടാകുന്നത് പരസ്പരം ഉണ്ടാകുന്ന ബന്ധത്തിൻ്റെ ശക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്നാൽ ജീവിതത്തിൽ ഈ ദീർഘമംഗല്യ യോഗം എന്നുള്ളത് ഒരു സ്വപ്നമല്ല, അത് 100% യാഥാർത്ഥ്യമാകും. അതിന് നമുക്ക് പഠിക്കാനുള്ളത് ശിവൻ തന്നെയാണ്. ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധമാണ്. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആ ജീവിതത്തിലുണ്ട്. കാരണം പാർവതി രാജകുമാരിയാണ്, ശിവനാണെങ്കിൽ യോഗിയാണ്. ചുടല കാവൽക്കാരനാണ്, യോഗിയാണ്. വേറൊരു കാര്യത്തിൽ താല്പര്യമില്ലാത്ത ഒരു ദൈവമാണത്. അപ്പോൾ പാർവതിക്ക് അതിശക്തമായ ആഗ്രഹം, തപസ് ചെയ്തിട്ടാണ് ശിവനെ സ്വീകരിക്കുന്നത്. ശിവൻ പറയുന്നുണ്ട്, നിനക്ക് എന്തിനാണ് എന്നെ കല്യാണം കഴിക്കുന്നത്? ഞാനിങ്ങനെ ഒരു ചുടല കാവൽക്കാരനാണ്. എനിക്ക് നിന്നോട് ഒരു ദാമ്പത്യ ജീവിതത്തിൽ സഹകരിക്കാൻ പറ്റില്ല. പക്ഷെ അതൊന്നും പാർവതി സ്വീകരിച്ചിട്ടില്ല. കാരണം ആ വിവാഹം നടക്കുന്നു, അത് ആത്മാവും തമ്മിലുള്ള ചേരലാണ്. ശിവനും ശക്തിയും തമ്മിലുള്ള ചേരലാണത്. അത് നിലനിൽക്കും, കാലങ്ങളുള്ള ഏതു കാലത്തും ആ ബന്ധം നിലനിൽക്കും. അങ്ങനെ നമ്മൾ കല്യാണത്തിന് വില കൊടുത്താൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ ദാമ്പത്യം എന്നുള്ളത് അതൊരു ശോഭനമായ ഒരു കർമ്മമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമുക്ക് കാണാം, ശിവനും പാർവതിയും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടായിരുന്നു. കാരണം ശിവൻ ഒരു യോഗിയാണ്. ശിവൻ എന്നും പ്രാർത്ഥനയിലും ആണ് ഉണ്ടാവുക. അപ്പോൾ ഏകാന്തത എന്നും പാർവതിക്കുണ്ടായിട്ടുണ്ട്. ആ ഏകാന്തതയിൽ ഒരിക്കൽ പാർവതി തൻ്റെ ഈ ശരീരത്തിലുള്ള വിയർപ്പിൻ്റെ അംശങ്ങളൊക്കെ ചേർന്നിട്ട് ഒരു മനുഷ്യരൂപത്തിന് ഉണ്ടാക്കുന്നുണ്ട്. ആ മനുഷ്യരൂപത്തിന് ശക്തി ദേവി തന്നെ കൊടുക്കുന്നു. ഈ ദേവി കൊടുത്ത ശക്തിയിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണ് ഗണപതി. ഗണപതി അതിശക്തനായി വളരുന്നു. ശിവനെ കാണുന്നു പോലുമില്ല. ദേവിയുടെ പാർവതിയുടെ ലാളനത്തിൽ വളർന്നു വരുന്നു. ഒരു ദിവസം ശിവൻ തൻ്റെ
പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഈ കുട്ടിയെ അറിയുന്നില്ല. ദേവി കുളിക്കാൻ പോയപ്പോൾ കാവൽ നിർത്തിയിരുന്നു ഗണപതി, ആരും വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ ഒരു സംഘട്ടനം അച്ഛനും മകനുമായി, ശിവനും ഗണപതിയുമായി നടക്കുന്നു. ഗണപതിയുടെ ശിരസ് ഛേദിക്കുന്നു. ഇത് കണ്ട് പാർവതി വന്നപ്പോൾ ക്ഷുഭിതയാകുന്നു പാർവതി. അതിശക്തമായ ദേഷ്യത്തിൽ ശിവനെ തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ദേഷ്യം വന്നപ്പോൾ ശിവൻ പറഞ്ഞു, കാം ഡൗൺ, നമുക്കിതിനൊരു പ്രതിവിധി കണ്ടെത്താം, ഞാൻ ഇവന് വീണ്ടും ജീവൻ കൊടുക്കാം. അങ്ങനെ ശിവഗണങ്ങൾ പോയിട്ട് ആദ്യം കാണുന്ന ഒരു ജീവനുള്ള ജീവിയുടെ തല അറുത്തു കൊണ്ടുവരാനാണ് പറഞ്ഞത്. പക്ഷെ കണ്ടത് ഒരു ആനയായിരുന്നു. ആനയെ അറുത്ത് തല കൊണ്ട് കൊടുക്കുന്നു. ആ തല ഈ കുട്ടിയുടെ ദേഹത്ത് വെച്ച് ഗണപതിക്ക് ജീവൻ കൊടുക്കുന്നു. അതിനുശേഷം ഗണപതിയും ശിവനും പാർവതിയും അതിശക്തമായ ബന്ധത്തിലായിരുന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് ബന്ധങ്ങൾ കൊണ്ടുപോകാൻ നമ്മൾ തന്നെയാണ് അതിന് ശ്രമം നടത്തേണ്ടത്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വേണ്ടത്. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ബന്ധങ്ങൾ ശാശ്വതമായിരിക്കും. അതുപോലെ തന്നെയാണ് സുബ്രഹ്മണ്യന്റെ കേസും. സുബ്രഹ്മണ്യനിലെ ആ ശിവന്റെ ശക്തി അതൊരു അതിശക്തമായ ഒരു ശിവശക്തിയായിരുന്നു. അത് സുബ്രഹ്മണ്യന്റെ ആ ഒരു ജന്മത്തിന് കാരണഭൂതമായിട്ടുള്ള ശക്തി. പക്ഷെ അത് ഒരു ഗർഭപാത്രത്തിലൊന്നും നിൽക്കുന്നതായിരുന്നില്ല. ആ ഒരു ശക്തിയെ അഗ്നിയും വായുവും കൂടിയാണ് സ്വീകരിക്കുന്നത്. ഭൂമിക്ക് തന്നെ അത് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനാ പിന്നെ അഗ്നി വായു കൂടി ഗംഗാ നദിയിൽ കൂടി പോയി അവസാനം ഈ ശരവണപ്പൊയ്കയിൽ പോയിട്ട് അവിടെ ആ താമരകളിലാണ് ആ ശിവശക്തിയെ വെക്കുന്നത്. അതാണ് 6 കുട്ടികളായി വളരുന്നത്. ഈ വളർന്നത് അറിഞ്ഞ ദേവി അവരെ വന്ന് അമ്മയുടെ സ്നേഹത്തോടുകൂടി ലാളിച്ച് ആലിംഗനം ചെയ്യുകയാണ് 6 പേരെയും. അങ്ങനെ അവർ 6 പേരും ഒരു മനുഷ്യരൂപമായി 6 തലയായി. അതാണ് അറുമുഖൻ, മുരുകൻ, സുബ്രഹ്മണ്യൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ജന്മം. ഈ കുട്ടിയെയും ശിവനും പാർവതിയും സ്വന്തം കുട്ടികളെ പോലെ വളരെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി വളർത്തി. അവിടെ നമ്മൾ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ സ്പർദ്ധയാണ്, അവിടെ വെറുപ്പ്, അവിടെ നമുക്ക് ചേരുകയില്ല. നമുക്ക് പെട്ടെന്ന് നമ്മൾ പ്രകോപിതന്മാരാകും. മറ്റൊരു കുട്ടി കൂടിയുണ്ട്, ഒരു മകളുണ്ട് ഈ പാർവതിക്ക് ഉള്ള ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അശോക മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഉണ്ടായതാണത്. ആ അശോകമരം കൊടുക്കുന്നതാണ്. ആ ശോകം എന്നാണ് അതിന് പറയുന്നത്. ശോകമില്ലാത്ത അശോകസുന്ദരി എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ അശോകമരം കൊടുക്കുന്നതാണ് ഈ കുട്ടിയെ പാർവതിക്ക് ഒരു കൂട്ടിനായിട്ട്. നമ്മൾ വീട്ടിലൊക്കെ അശോകമരം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിലിരുന്നാൽ നമുക്ക് മനസ്സിന് ശാന്തിയും വിഷമതകൾ ഇല്ലാതെ വരുമെന്നാണ് നമ്മളെ വിശ്വാസം. അങ്ങനെ ഈ കുട്ടിയെയും ശിവനും പാർവതിയും ഒരുപോലെ നല്ല സ്നേഹത്തോടുകൂടി തന്നെ സ്നേഹിച്ച് ജീവിച്ചു. ഇനി നമുക്കറിയാം ഈ കൈലാസത്തിലെ സ്ഥിതി എന്താണ്. കൈലാസത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അവിടെ, ഒരുപാട്. പക്ഷെ ആ വൈരുദ്ധ്യങ്ങളൊക്കെ അതിജീവിച്ച് പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും കൊണ്ട് ആ കൈലാസം ഒരു മഹത്തായ ഗൃഹമായി മാറുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ശിവന്റെ വാഹനം കാളയാണ്, പാർവതിയുടേത് നരി, ടൈഗറാണ്. രണ്ടും വ്യത്യസ്തങ്ങളാണ്. എന്നും അത് മറ്റൊന്നിൻ്റെ ഭക്ഷണമാണ്. ശിവന്റെ കഴുത്തിലുള്ള പാമ്പ്, സുബ്രഹ്മണ്യന്റെ യാത്ര ചെയ്യുന്ന മയിൽ, രണ്ടും വളരെ ശത്രുക്കളാണ്. പക്ഷേ കൈലാസത്തിൽ ഇതൊക്കെ യോജിച്ചു പോയി. ഗണപതിയുടെ വാഹനം എലി മൊത്തത്തിൽ പാമ്പും എല്ലാം എലിയുടെ എതിരാളികളാണ്. എന്നിട്ടും അവിടെ വളരെ നല്ല സുഖങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് അതിൻ്റെ അർത്ഥം?
നമ്മൾ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അതൊരു ചേരലാണ്. ആത്മാർത്ഥതയോടുകൂടിയുള്ള ചേരലാണെങ്കിൽ എല്ലാതരം ഡിഫറൻസുകളും നമുക്ക് ഇല്ലാതാക്കി വലിയ ഒരു വഴിയിലേക്ക് പോകാൻ കഴിയും. ഒരുപാട് ശ്ലോകങ്ങൾ ഈ സൗന്ദര്യ ലഹരിയിലുണ്ട്. അത് നിങ്ങൾ പഠിച്ചാൽ അത് പഠിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദാമ്പത്യം ഈസിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി അല്ലെങ്കിൽ അങ്ങനെ വിഷമമുണ്ടെങ്കിൽ ഇതിനൊരു യന്ത്രമുണ്ട്, ഗൗരി ശങ്കർ യന്ത്രം. അത് നിങ്ങൾ ആ യന്ത്രം അത് എനർജൈസ് ചെയ്തിട്ടുള്ള അത് ഉള്ള യന്ത്രമായിരിക്കണം. അത് ഈ വടക്ക് കിഴക്ക് മൂലയിൽ വെച്ചിട്ട് ദമ്പതികൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കിഴക്കോട്ട് മുഖം വെച്ച് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലും നല്ല ദാമ്പത്യ യോഗമായിരിക്കും. ദാമ്പത്യ യോഗം മാത്രമല്ല, അവർക്ക് ജീവിതത്തിലുള്ള എല്ലാ സുഖങ്ങളും ആ സുഖങ്ങളിൽ കൂടി അവർക്ക് മോക്ഷത്തിലേക്കും പോകാൻ കഴിയും. ഇങ്ങനെ ഇതാണ് ദാമ്പത്യം. വളരെ സങ്കീർണമാണെങ്കിലും നമുക്ക് ഇത്തരം ഉപദേശങ്ങൾ ഋഷീശ്വരന്മാരൊക്കെ തന്നതുകൊണ്ട് അതൊക്കെ പഠിച്ച് പ്രാവർത്തികമാക്കിയാൽ ദാമ്പത്യ ജീവിതം എന്നും വളരെ മനോഹരമായിരിക്കും, അനശ്വരമായിരിക്കും. കൂടുതലായി പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം.